ആം ആദ്മി പാർട്ടിയിൽ പുകയുന്ന ആഭ്യന്തര കലഹം പുതിയ തലങ്ങളിലേക്ക്. പാർട്ടിയിലെ യുവമുഖവും അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വസ്തനുമായിരുന്ന രാഘവ് ചന്ദ എംപിയും പാർട്ടി നേതൃത്വവും തമ്മിലുള്ള ഭിന്നത പരസ്യമാകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാജ്യസഭയിലെ പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് രാഘവിനെ മാറ്റണമെന്ന AAPയുടെ നീക്കം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. രാഘവ് ചന്ദയെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി രാജ്യസഭാ സെക്രട്ടേറിയറ്റിന് ഔദ്യോഗികമായി കത്ത് നൽകി കഴിഞ്ഞു. പാർട്ടിയുടെ ഈ അപ്രതീക്ഷിത നീക്കം രാഘവ് ചന്ദയുടെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. കെജ്രിവാളിന്റെ നിഴലായി നടന്നിരുന്ന ഒരു നേതാവിന് പാർട്ടിയിൽ ഇത്രയും വേഗം തിരിച്ചടി നേരിട്ടത് അണികളെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. രാഘവ് ചന്ദയ്ക്ക് പകരം പഞ്ചാബിൽ നിന്നുള്ള രാജ്യസഭാ MP അശോക് മിത്തലിനെ പുതിയ ഡെപ്യൂട്ടി ലീഡറായി നിയമിക്കണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. പഞ്ചാബിൽ നിന്നുള്ള MPമാരിൽ കൂടുതൽ സജീവമായ ഒരാളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് പാർട്ടി താല്പര്യപ്പെടുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ രാഷ്ട്രീയമായ മറ്റ് പല താല്പര്യങ്ങളുമുണ്ടെന്ന് വ്യക്തമാണ്. പാർലമെന്റിൽ AAPയുടെ കോട്ടയിൽ സംസാരിക്കാൻ രാഘവ് ചന്ദയ്ക്ക് ഇനി സമയം അനുവദിക്കേണ്ടതില്ലെന്നും രാജ്യസഭാ സെക്രട്ടേറിയറ്റിന് അയച്ച കത്തിൽ AAP നിർദ്ദേശിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാർലമെന്റിലെ പാർട്ടിയുടെ ഔദ്യോഗിക ശബ്ദമാകാൻ രാഘവിന് ഇനി കഴിയില്ലെന്ന കർശനമായ മുന്നറിയിപ്പാണിത്. പാർട്ടിക്കുള്ളിലെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. 2022 രാജ്യസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MP ആയാണ് രാഘവ് ചന്ദ സഭയിലെത്തിയത്. പാർട്ടിക്കായി ദേശീയ തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനെ തുടർന്ന് 2023 അദ്ദേഹത്തിന് ഡെപ്യൂട്ടി ലീഡർ സ്ഥാനം നൽകി ആദരിച്ചിരുന്നു. എന്നാൽ വെറും ഒരു വർഷത്തിനുള്ളിൽ ആ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ പാർട്ടി തീരുമാനിച്ചത് നേതൃത്വവുമായുള്ള കടുത്ത അസ്വാരസ്യങ്ങൾ കാരണമാണെന്ന് കരുതപ്പെടുന്നു. നിലവിൽ രാജ്യസഭയിൽ 10 MPമാരാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. ഇതിൽ 7 പേർ പഞ്ചാബിൽ നിന്നും 3 പേർ ഡൽഹിയിൽ നിന്നുമാണ്. പഞ്ചാബിൽ നിന്നുള്ള MP ആയ രാഘവിനെ മാറ്റി അശോക് മിത്തലിനെ കൊണ്ടുവരുന്നതിലൂടെ പഞ്ചാബ് ഘടകത്തിലെ സ്വാധീനം ഉറപ്പിക്കാനാണ് AAP ശ്രമിക്കുന്നത്. എന്നാൽ ഈ കടുത്ത നീക്കത്തിന് പിന്നിലെ കൃത്യമായ കാരണം പാർട്ടി ഇതുവരെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. രാഘവ് ചന്ദ പാർട്ടിയിൽ അച്ചടക്കം ലംഘനം നടത്തുന്നുവെന്നും പലപ്പോഴും പാർട്ടിയുടെ പൊതുവായ നിലപാടുകളിൽ നിന്ന് മാറി ചിന്തിക്കുന്നുവെന്നും വിമർശനമുണ്ട്. കെജ്രിവാളിന്റെ വലങ്കയായിരുന്നിട്ടും പല നിർണായക തീരുമാനങ്ങളിലും രാഘവ് സ്വന്തം നിലപാടുകൾ സ്വീകരിച്ചത് നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു. ഇത് പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള വിഭാഗീയതയ്ക്ക് കാരണമായിട്ടുണ്ട്. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും ജയിൽ മോചിതരായ സമയത്ത് രാഘവ് ചന്ദയുടെ പ്രതികരണം വരാതിരുന്നത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തിരിച്ചു വന്നപ്പോൾ രാഘവ് പ്രകടിപ്പിച്ച മൗനം അണികൾക്കിടയിലും സംശയമുണ്ടാക്കി. കെജ്രിവാളിന്റെ ജയിൽ മോചനത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനങ്ങളിൽ രാഘവിന്റെ അസാന്നിധ്യം വലിയ ചർച്ചയായിരുന്നു. പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഘവ് ചന്ദ BJPയിൽ ചേരുമെന്ന ശക്തമായ അഭ്യൂഹങ്ങളും രാഷ്ട്രീയ വൃത്തങ്ങളിൽ പരക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ രാഘവിനെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുക്കാനാണ് AAP ശ്രമിക്കുന്നത്. BJPയുമായി അദ്ദേഹം രഹസ്യധാരണയിലാണെന്ന് സംശയിക്കുന്ന ചില നേതാക്കൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടെന്നാണ് സൂചന. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ താരപ്രചാരകരുടെ പട്ടികയിൽ നിന്നും കഴിഞ്ഞ ദിവസം രാഘവിനെ AAP നീക്കം ചെയ്തിരുന്നു. പാർട്ടിയുടെ മുഖമായിരുന്ന ഒരു നേതാവിനെ ഇത്തരത്തിൽ പ്രചാരണ രംഗത്ത് നിന്ന് മാറ്റിയത് വലിയ തിരിച്ചടിയാണ്. ഡൽഹിയിലും പഞ്ചാബിലും രാഘവിനുണ്ടായിരുന്ന സ്വീകാര്യത നഷ്ടപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത്. AAPയുടെ തുടക്കകാലം മുതൽ കെജ്രിവാളിനൊപ്പം സജീവമായിരുന്ന നേതാവാണ് രാഘവ് ചന്ദ. ഒരു ചാർട്ടേഴ്സ് അക്കൗണ്ടന്റായിരുന്ന അദ്ദേഹം പാർട്ടിയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. പാർട്ടിയുടെ നാഷണൽ ട്രഷററായും രാഷ്ട്രീയകാര്യ സമിതി അംഗമായും അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ബന്ധം ഇപ്പോൾ കടുത്ത വെല്ലുവിളിയിലാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പാർട്ടി നേതൃത്വവുമായി അദ്ദേഹം അകൽച്ചയിലാണെന്ന വാർത്തകൾ ശരിവെക്കുന്ന പ്രവൃത്തികളാണ് രാഘവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പാർട്ടിയുടെ ഔദ്യോഗിക യോഗങ്ങളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്നതും സ്വതന്ത്രമായി യാത്രകൾ നടത്തുന്നതും നേതൃത്വം ഗൗരവമായി കാണുന്നു. കെജ്രിവാളും രാഘവും തമ്മിലുള്ള പഴയ ആത്മബന്ധം ഇപ്പോൾ അസ്തമിച്ച നിലയിലാണ്. അടുത്തിടെ മുംബൈ വിമാനത്താവളത്തിലെ ഊട്ടാൻ യാത്രി കഫേയെ പുകഴ്ത്തി രാഘവ് പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റ് പാർട്ടിക്കുള്ളിൽ വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഊട്ടാൻ പദ്ധതിയെ അഭിനന്ദിക്കുന്ന തരത്തിലായിരുന്നു ആ പോസ്റ്റ്. പ്രതിപക്ഷ പാർട്ടിയായ AAP കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ ഒരു BJP പദ്ധതിയെ പുകഴ്ത്തിയത് അച്ചടക്ക ലംഘനമായാണ് നേതൃത്വം കാണുന്നത്. BJP സർക്കാരിന്റെ നേട്ടങ്ങളെ പരസ്യമായി ലംഘിച്ചത് രാഘവ് BJPയിലേക്ക് പോകാനുള്ള തറയൊരുക്കുകയാണെന്ന് പല AAP നേതാക്കളും ആരോപിക്കുന്നു. ഇത്തരമൊരു പോസ്റ്റ് രാഘവ് അറിയാതെ പങ്കുവച്ചതാകാൻ വഴിയില്ലെന്നാണ് ഇവർ പറയുന്നത്. പാർട്ടി ലൈനിൽ നിന്ന് വ്യതിചലിച്ചുള്ള ഇത്തരം പ്രവർത്തികൾ രാഘവിനെതിരെയുള്ള നടപടികൾ വേഗത്തിലാക്കി. എന്നാൽ രാഘവ് ചന്ദയെ ഉടൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ AAPക്ക് പദ്ധതിയൊന്നുമില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. പുറത്താകുന്നത് അദ്ദേഹത്തിന് ഒരു രക്തസാക്ഷി പരിവേഷം നൽകാൻ കാരണമാകുമെന്ന് നേതൃത്വം ഭയപ്പെടുന്നു. അത് BJPക്ക് ഗുണകരമാകാതിരിക്കാൻ പദവികളിൽ നിന്ന് പതിയെ നീക്കി രാഘവിനെ രാഷ്ട്രീയമായി ഒതുക്കി നിർത്താനാണ് കെജ്രിവാളിന്റെയും സംഘത്തിന്റെയും നീക്കം. പഞ്ചാബിലെയും ഡൽഹിയിലെയും AAP അണികൾക്കിടയിൽ രാഘവിനുള്ള സ്വാധീനം പെട്ടെന്ന് ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന്
പാർട്ടിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പടിപടിയായി അദ്ദേഹത്തെ നിശബ്ദമാക്കാനാണ് തീരുമാനം. വരാനിരിക്കുന്ന മാസങ്ങളിൽ കൂടുതൽ പദവികളിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യപ്പെട്ടേക്കാം. ഇത് അദ്ദേഹത്തെ പാർട്ടിക്കുള്ളിൽ തീർത്തും അപ്രസക്തനാക്കും. രാഘവ് ചന്ദയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഈ നടപടികളോട് ഔദ്യോഗിക പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും മൗനം തുടരുകയാണ്. AAP നേതൃത്വവുമായുള്ള ചർച്ചകൾക്ക് അദ്ദേഹം തയ്യാറാകുമോ അതോ സ്വന്തം വഴി തിരഞ്ഞെടുക്കുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ ചലനവും ഇപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. രാജ്യസഭ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനം നഷ്ടപ്പെടുന്നത് പാർലമെന്റിലെ രാഘവിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. പ്രസംഗിക്കാനുള്ള സമയം നിഷേധിക്കപ്പെടുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കരുത്ത് ചോർത്തും. പാർട്ടിയിൽ നിന്നും നേരിടുന്ന ഈ ഒറ്റപ്പെടൽ രാഘവിനെ എത്ര കാലം തളച്ചിടുമെന്ന് കണ്ടറിയണം.